ആപ്പിൾ ഇക്കോസിസ്റ്റം. അപ്പോൾ ഈ ഒരു പേര് കേൾക്കുന്നതുകൊണ്ട് ഒത്തിരി പേരുടെ മനസ്സിലും കുറച്ചധികം ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. എന്താണ് ഈ ഒരു ആപ്പിൾ ഇക്കോസിസ്റ്റം? ആപ്പിൾ ഇക്കോസിസ്റ്റം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഈ ഒരു ആപ്പിൾ ഇക്കോസിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിക്കാറുള്ള ചോദ്യമാണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആപ്പിൾ ഇക്കോസിസ്റ്റം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആപ്പിൾ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ ആപ്പിൾ ഡിവൈസസ് ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു ആപ്പിൾ ഇക്കോസിസ്റ്റം എന്ന് പറയാം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 2 ഐഫോൺ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിനെ ആപ്പിൾ ഇക്കോസിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരേ മോഡലിലുള്ള 2 ഡിവൈസ് കൊണ്ട് നമുക്ക് മൾട്ടി ടാസ്കിങ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ആപ്പിൾ ഇക്കോസിസ്റ്റം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോണും മാക്ബുക്കും ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു ഇക്കോസിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എൻ്റെ മെയിൻ ഡിവൈസ് എന്ന് പറയുന്നത് ഒരു 14 പ്രോ മാക്സ് ആണ്. പിന്നെ എൻ്റെയിൽ ഞാൻ ഇപ്പോൾ ഒരു ബീറ്റ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഒക്കെ ആയിട്ട് ഞാനൊരു 12 സീരീസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു M1 മാക്ബുക്ക് പ്രോ ഉണ്ട്. M2 ഐപാഡ് പ്രോ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ആപ്പിൾ വാച്ച് ഉണ്ട്, എയർപോഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്താൽ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഒരു എക്കോസിസ്റ്റം എന്ന് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്രയും ഡിവൈസസ് വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോണും ഒരു മാക്ബുക്കും ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു എക്കോസിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിവൈസസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു എക്കോസിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റും. പക്ഷേ ഒരേ മോഡലിലുള്ള 2 ഡിവൈസ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് അതിനെ എക്കോസിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു എക്കോസിസ്റ്റം കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ഉള്ളതെന്ന്. അപ്പോൾ ഈ ഒരു എക്കോസിസ്റ്റം നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ ആപ്പിൾ ഡിവൈസസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മളിപ്പം വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഫീച്ചർ എന്ന് പറയുന്നത് എയർപ്ലേ ആണ്. അപ്പോൾ ഈ ഒരു എയർപ്ലേ യൂസ് ചെയ്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഐഫോണിൻ്റെ സ്ക്രീൻ നമുക്ക് വേണമെങ്കിൽ മാക്ബുക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതായത് നമുക്കിപ്പം മാക്ബുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഐഫോണിൻ്റെ ആ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് മാക്ബുക്കിൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് ഐഫോണിൻ്റെ ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മാക്ബുക്കിൽ കാണാൻ പറ്റുന്നതാണ്. വേറെ കേബിളും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നേരെ എയർപ്ലേ ഐക്കൺ സെലക്ട് ചെയ്യുക, നേരെ മാക്ബുക്കിൽ നിങ്ങളുടെ സ്ക്രീൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നവർ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് മാക്ബുക്കിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മാക്ബുക്കിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടി വി സീരീസൊക്കെ കാണുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നവർ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ആ ഒരു മാക്ബുക്കിൽ തന്നെ നിങ്ങൾക്ക് അത് ഡിസ്പ്ലേസ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ സ്ക്രീൻ ഷെയർ ചെയ്ത് നമുക്ക് മാക്ബുക്കിൽ കാണാൻ പറ്റുന്നതാണ്. വേറെ ഇപ്പോൾ നമ്മൾ സാധാ ചെയ്യുന്ന കുത്തി കേബിളൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു പാടുപെടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഹാൻഡ് ഓഫ് എന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേരെന്ന് പറയുന്നത്. ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഐഫോണിൽ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ മാക്ബുക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ട് ഞാൻ ഒരു നോട്ട്സ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നോട്ട്സ് ആപ്പിൽ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ മാക്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എൻ്റെ നോട്ട്സ് ആപ്പിൻ്റെ ഐക്കണിൽ ഒരു ഫോണിൻ്റെ പടം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ആ നോട്ട്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫോണിൽ ഞാൻ എവിടം വരെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതേ സ്ക്രീൻ തന്നെ എനിക്ക് എൻ്റെ മാക്ബുക്കിൽ ലഭിക്കുന്നതായിരിക്കും. എനിക്ക് അവിടെ നിന്ന് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെയാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം ഫോണിൽ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ വേറെ ഡിവൈസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ അവിടെ എന്ത് ടൈപ്പ് ചെയ്യുന്നു ആ കാര്യം നിങ്ങൾക്ക് റിയൽ ടൈമായിട്ട് നിങ്ങളുടെ 2 ഡിവൈസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മാക്ബുക്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ടൈപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സ് എല്ലാം എൻ്റെ ഐഫോണിലും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ സീംലെസ് ആയിട്ട് തന്നെ 2 ഡിവൈസ് തമ്മിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതേ കണക്ക് തന്നെ റിയൽ ടൈമായിട്ട് അവിടെയും അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ 2 ഡിവൈസും ഒരേ ആപ്പിൾ ഐഡിയിലേക്ക് സൈൻ ഇൻ ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ വൈഫൈ സെയിം നെറ്റ്വർക്കിലും ആയിരിക്കണം. ഈ 2 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഹാൻഡ് ഓഫ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ക്യാമറയാണ്. ഇപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ക്യാമറ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ മാക്ബുക്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ പേജസ് എന്ന് പറയുന്നൊരു ആപ്പ് യൂസ് ചെയ്യുന്നത്. പേജസ് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് പോലെയാണ് നമുക്ക് ആപ്പിളിൽ പേജസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു പേജസിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴേക്ക് വന്ന് നമ്മൾ കിട്ടും ടേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫോണിലുള്ള ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്നതായിരിക്കും. എനിക്ക് ഏത് ഫോട്ടോയാണ് എടുക്കേണ്ടത് ആ ഫോട്ടോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ നേരെ എൻ്റെ മാക്ബുക്കിനകത്ത് എനിക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫോണിൽ വേറെ കേബിളും കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരേ ആപ്പിൾ ഐ ഡി ആയിരിക്കണം. നിങ്ങളുടെ സെയിം വൈഫൈ നെറ്റ്വർക്കിൽ 2 ഡിവൈസും ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ തരത്തിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കണ്ടും സ്കാൻ ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. സ്കാൻ ഡോക്യുമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആവുന്നതായിരിക്കും. ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് ഏതാണോ സ്കാൻ ചെയ്യേണ്ടത് അത് ജസ്റ്റ് അതിൻ്റെ ക്യാമറയിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലിക്ക് പോലും ചെയ്യേണ്ട ജസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളുടെ ഐഫോൺ സ്കാൻ ചെയ്തിട്ട് വരുന്നതായിരിക്കും. ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാക്ബുക്കിൻ്റെ ഡിസ്പ്ലേയിൽ ആ ഒരു സ്കാൻഡ് ഡോക്യുമെൻറ്റും വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് ഒരു സ്കെച്ച് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് സ്കെച്ച് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നേരെ നിങ്ങളുടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് ആഡ് സ്കെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഫോണിൽ ഒരു സ്കെച്ച് പാഡ് ഓപ്പൺ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഐപാഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ആപ്പിൾ പെൻസിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കെച്ച് ആഡ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഇതിൽ നിങ്ങൾക്ക് സ്കെച്ചസ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഐഫോണിൽ ഈ തരത്തിൽ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അതേ സ്കെച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാക്ബുക്കിലും ലഭിക്കുന്നതായിരിക്കും.
അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഒരു പേജസ് എന്ന് പറയുന്ന ആപ്പിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാ ആപ്സിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു PDF ഓപ്പൺ ചെയ്യുന്നത്. PDF ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തെങ്കിലും എനിക്ക് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിഗ്നേച്ചർ ആഡ് ചെയ്യണോ, എല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു PDFൽ ഒരു സിഗ്നേച്ചർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അതും ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ കണ്ടിട്ട് നമുക്ക് ഒരു എഡിറ്റ് ബട്ടണിൽ പിന്നെ നമ്മൾ പ്രസ് ചെയ്യുക. മുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ സെക്ഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് കുറച്ചധികം ടോഗിൾസ് വരുന്നതായിരിക്കും. ഇതിനകത്ത് നമ്മൾ ഐഫോൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഐഫോണിൽ ഒരു ചെറിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അതായത് നമുക്ക് സിഗ്നേച്ചർ ചെയ്യാൻ വേണ്ടി ഒരു പേജ് അതിനകത്ത് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ആ ഒരു ഐഫോണിൽ ആ ഒരു സിഗ്നേച്ചർ വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ അത് നമ്മുടെ മാക്ബുക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾക്ക് ഏത് ഡോക്യുമെന്റും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സൈൻ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത ഫീച്ചറിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ക്ലിപ്പ് ബോർഡാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരേ ആപ്പിൾ ഐഡിയിൽ സൈൻ ഇൻ ആയിട്ടുള്ള 2 ഡിവൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഡിവൈസിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ ഫോട്ടോസ് എന്തെങ്കിലും നിങ്ങൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ഡിവൈസിൽ പോയിട്ട് നിങ്ങൾ പേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഡിവൈസിൽ കോപ്പി ചെയ്തായിട്ട് നിങ്ങളുടെ സെക്കൻഡ് ഡിവൈസിൽ പേസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾക്ക് ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എഡിറ്റ്സ് കോപ്പി ചെയ്യാൻ പറ്റുന്നതാണ്, ഫോട്ടോസ് കോപ്പി ചെയ്യാൻ പറ്റുന്നതാണ്, വീഡിയോസ് കോപ്പി ചെയ്യാൻ പറ്റുന്നത്, ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനാണ് നമ്മൾ യൂണിവേഴ്സൽ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഡിവൈസ് എവിടെയാണ് വെച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ല, രണ്ടാമത്തെ ഡിവൈസ് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. ആ ഒരു ഡിവൈസിൽ സിറി ആക്ടിവേറ്റ് ചെയ്ത് മറ്റേ ഡിവൈസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സിറി തന്നെ ആ ഒരു ഡിവൈസ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് തരുന്നതായിരിക്കും. ഒപ്പം നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷനും വരുന്നതായിരിക്കും. അപ്പോൾ അത് ഇവിടെ കണ്ടുന്ന ഈ രീതിയിൽ നമ്മൾ ജസ്റ്റ് വേർ ഈസ് മൈ ഡിവൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിറി തന്നെ ആ ഒരു ഡിവൈസ് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചിട്ട് ട്രാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലൊരു ബീപ്പ് വരുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾക്ക് ഏത് ഡിവൈസും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് ഫോക്കസ് മോഡും യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും മെയിൻ ഡിവൈസിൽ നിങ്ങൾ ഫോക്കസ് മോഡ് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റേ ഡിവൈസിലും അതേ ഫോക്കസ് മോഡ് നിങ്ങൾക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് 2 ഡിവൈസ് തമ്മിൽ ഫോക്കസ് മോഡ്സ് ഒരേ കണക്ക് തന്നെ നിങ്ങൾക്ക് ഇനേബിൾ ചെയ്തും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഫോക്കസ് മോഡ് ഇനേബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിലൊരു നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്. ഈ ഒരു ഫോക്കസ് മോഡ് ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ഫോക്കസ് മോഡ് ഇട്ട് നിങ്ങളുടെ 2 ഡിവൈസും ഒരേ കണക്ക് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒത്തിരിയധികം കാര്യങ്ങൾ വേറെ ഫോക്കസ് മോഡിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഡിവൈസും ഒരേ സമയം തന്നെ നിങ്ങൾക്ക് ഫോക്കസ് മോഡ് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഹോമിലേക്കുള്ള ആ ഒരു ഫോക്കസിലേക്ക് വരുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് എയർ ഡ്രോപ്പ് ആണ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ഐഫോൺ ഫീച്ചറാണ് എയർ ഡ്രോപ്പ്. നമുക്ക് ഏതൊരു കാര്യങ്ങളും നമുക്ക് വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് 2 ഡിവൈസ് തമ്മിൽ 2 ആപ്പിൾ ഡിവൈസ് തമ്മിൽ ഷെയർ ചെയ്യാനായിട്ട് എയർ ഡ്രോപ്പ് നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഐഫോണിൽ ഇപ്പം എയർ ഡ്രോപ്പ് എടുക്കുന്നു. എയർ ഡ്രോപ്പ് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ അതേ ആപ്പിൾ ഐഡിയിൽ കണക്ട് ആയിട്ടുള്ള വേറെ ഡിവൈസ് ഉണ്ടെങ്കിൽ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡിവൈസ് അവിടെ കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ ഫയലായാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ iOS 7 പുതിയൊരു അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എയർ ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വലിയൊരു ഫയലാണെങ്കിൽ നമുക്ക് കറക്റ്റായ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു 2 പർട്ടിക്കുലർ ഡിവൈസ് തമ്മിൽ ഡിസ്റ്റൻസ് കൂടിയാലും നമുക്ക് ആ ഒരു കണക്ഷൻ കട്ടായാലും നമുക്ക് ഇന്റർനെറ്റിലൂടെ നമുക്ക് ആ ഒരു ഡിവൈസിൽ തമ്മിലുള്ള കണക്ഷൻ നിലനിർത്തിയിട്ട് ആ ഒരു ഫയൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് iOS 7 വരുന്ന ഫീച്ചറാണ്. ഇപ്പോൾ നമുക്ക് കറന്റ് അത് അവൈലബിൾ അല്ല. iOS 7 ആ ഒരു ഫീച്ചർ കംപ്ലീറ്റ് ആയിട്ടും പബ്ലിക്കിന് അവൈലബിൾ ആയിട്ട് വരിക. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് എയർ ഡ്രോപ്പ് യൂസ് ചെയ്ത് അത്ര വലിയ ഫയൽസ് നമുക്ക് നമ്മുടെ സ്വന്തം ഡിവൈസസിലേക്കും അല്ലെങ്കിൽ വേറൊരു കൂട്ടുകാരുടെ ഡിവൈസിലേക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസിൽ നമുക്ക് എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ്രോയിഡ് ഡിവൈസിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് സ്നാപ്പ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്താൽ നമ്മൾ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് നമുക്ക് ഐഫോണിൽ സ്നാപ്പ് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഓപ്പൺ ആക്കുക. ആൻഡ്രോയിഡിലാണെങ്കിൽ നമുക്ക് സ്നാപ്പ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ ആപ്പ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസറിൽ പോയാലും നിങ്ങൾക്ക് സ്നാപ്പ് ഡ്രോപ്പ് ആക്റ്റീവ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 2 ഡിവൈസും ഒരേ വൈഫൈയിൽ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു സ്നാപ്പ് ഡ്രോപ്പ് യൂസ് ചെയ്ത് ഐഫോണും ആൻഡ്രോയിഡും തമ്മിലുള്ള ഫയൽ ഷെയറിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഒത്തിരി പേർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഒത്തിരി പേര് ചില കമൻസിലൊക്കെ വന്നിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്, നടക്കത്തില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സ്നാപ്പ് ഡ്രോപ്പ് നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആപ്പിൾ ഡിവൈസിലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു ആപ്പിൾ ഇക്കോസിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാണ് ഒത്തിരി പേര് ചോദിക്കാറുള്ളത്. ഇപ്പോൾ ആപ്പിൾ ഇക്കോസിസ്റ്റത്തിൽ നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് ഈ തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഒത്തിരിയധികം ഡിവൈസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് നോർമലായിട്ട് തന്നെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഡിവൈസ് എല്ലാം വാങ്ങിക്കാൻ പറ്റുന്നതാണ്. വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഈ തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മുടക്കുന്ന പൈസയ്ക്കുള്ള ഗുണം നിങ്ങൾക്ക് ഈ തരത്തിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ആപ്പിൾ ഒത്തിരിയധികം പ്രൈസിലാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് വാങ്ങുന്നത് വാല്യൂ ഫോർ മണി അല്ലെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഈ തരത്തിൽ ഒത്തിരി ഫീച്ചേഴ്സാണ് നമുക്ക് ഈ എത്രയും പൈസ കൊടുക്കുന്നുണ്ട് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൈസ കൊടുക്കുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ ഈ ഡിവൈസെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് നോർമലായിട്ട് ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട ഏത് ഫീച്ചറാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നമ്മുടെ കൂട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും സീ യു.